നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. സൗന്ദര്യം. സൗന്ദര്യം എന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ്. ഇത് സ്ത്രീക്കാണെങ്കിലും അതേപോലെ തന്നെ പുരുഷനാണെങ്കിലും സൗന്ദര്യം എന്ന ഒരു മനുഷ്യനെ നമ്മൾ അളക്കുന്നത് തന്നെ അവരുടെ സൗന്ദര്യം വെച്ചിട്ടാണ്. എത്രയൊക്കെ പറഞ്ഞാലും ആ സൗന്ദര്യമുള്ളൊരു വസ്തു കാണുമ്പോൾ അത് മനുഷ്യനാകട്ടെ എന്ത് വസ്തുക്കളായിക്കോട്ടെ, മനുഷ്യൻ ജീവനുള്ളവയാവട്ടെ ജീവനില്ലാത്തവയാവട്ടെ എന്തുമായിക്കോട്ടെ, സൗന്ദര്യം ഉള്ള അല്ലെങ്കിൽ തിളങ്ങുന്ന ഒരു വസ്തു കാണുമ്പോൾ ഒന്നും നോക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവുകയുമില്ല. നാം പലപ്പോഴും പുറം സൗന്ദര്യം മാത്രമാണ് കണക്കാക്കാറുള്ളതെങ്കിലും ആന്തരിക സൗന്ദര്യം എന്നതും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ജ്യോതിഷം നക്ഷത്രങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിൽ സൗന്ദര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. ചില നക്ഷത്ര ജാതർ ജ്യോതിഷപ്രകാരം സൗന്ദര്യമുള്ളവരാണ്. ചില ആളുകൾക്ക് ജന്മനാ നല്ല സൗന്ദര്യമായിരിക്കും. ഇന്നത്തെ പോലെ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിച്ചുണ്ടായ ഏച്ചുകെട്ടൽ, അല്ലെങ്കിൽ പറയാറില്ല നമ്മൾ വെച്ച് കെട്ടുന്ന ചില എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുകയാണ് സൗന്ദര്യം. ഒരുപാട് വസ്തുക്കൾ മാർക്കറ്റിൽ കിട്ടും. അതൊക്കെ ഉപയോഗിച്ച് നമ്മളുടെ നിറത്തെയായാലും നമ്മുടെ രൂപഭംഗികളെയൊക്കെ നമ്മൾ നമ്മുടേതായി ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ വന്നെത്തിപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ചില ആളുകൾ ജന്മന ഒരു പ്രത്യേക സൗന്ദര്യം, ആരും കണ്ടു നിൽക്കുന്ന ഒരു ശാരീരിക സൗന്ദര്യം എന്ന് പറയാറില്ല. അത് സ്ത്രീക്കാവട്ടെ പുരുഷനായിക്കൊള്ളട്ടെ, അങ്ങനെ ഒരു സൗന്ദര്യമുള്ള ആളുകളുമുണ്ട്. ഇതിൽ സ്ത്രീ നക്ഷത്രക്കാരും പുരുഷ നക്ഷത്രക്കാരും എല്ലാം ഉണ്ട് സൗന്ദര്യം ജന്മന ഉള്ള ആളുകൾ. ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന സ്ത്രീകൾക്ക് വളരെ സൗന്ദര്യമുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില പ്രത്യേക നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ വളരെ സൗന്ദര്യമുള്ള ആളുകളും ആയിരിക്കും. അപ്പോൾ എന്ന് കരുതി മറ്റുള്ളവരെ ആരും സൗന്ദര്യമില്ലാത്തവരെന്നോ അങ്ങനെയല്ല പറയുന്നത്. എങ്കിൽ പോലും ചില ആളുകളെ തമ്മിൽ നോക്കുമ്പോൾ നമ്മൾ പറയാറില്ല, ചില ആളുകൾക്ക് സൗന്ദര്യം കൂടുതലുണ്ട്, അല്ലെങ്കിൽ കണ്ടാൽ ഒരു പ്രത്യേക അട്രാക്ഷൻ എന്നൊക്കെ തോന്നാറില്ലേ, അങ്ങനെയുള്ള ആളുകൾ. ഇതിൽ എപ്പോഴും മുഖത്തിൻ്റെ സൗന്ദര്യത്തെക്കാളേറെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് മനസ്സിൻ്റെ സൗന്ദര്യമാണ്. കാരണം മുഖത്തിൻ്റെ സൗന്ദര്യം ഇന്നോ നാളോ നഷ്ടപ്പെട്ടു പോകാം. കാരണം പ്രായാധിക്യമാകുമ്പോൾ എത്രത്തോളം അതിനെ നമ്മൾ വില കൂടിയ കാര്യങ്ങൾ കൊണ്ട് അതിനെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും അത് മറന്നേക്ക് പുറത്തു വരും. പ്രായം അതാണ് പ്രായത്തിൻ്റെ പ്രത്യേകത. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. പക്ഷെ മനസ്സിൻ്റെ സൗന്ദര്യം, നമ്മളത് പ്രായം ചെല്ലുന്തോറും ആ സൗന്ദര്യം വർദ്ധിച്ചുകൊണ്ട് വരത്തേയുള്ളൂ. ഒരാളെ സഹായിക്കാനുള്ള ഒരു മനസ്സ്, അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവൻ ഒരു നേരത്തെ അന്നം കൊടുക്കാനുള്ള മനസ്സ്, വീണു കിടക്കുന്നവൻ ഒരു കൈത്താങ് കൊടുക്കാനുള്ള മനസ്സ്, അതൊക്കെ ജന്മന ഉണ്ടാകേണ്ടതാണ്. അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു കൊടുത്തുണ്ടാകേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നന്മയുള്ള പുരുഷ നക്ഷത്രക്കാരെ കുറിച്ചാണ്. ചില പ്രത്യേക നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന പുരുഷന്മാർക്ക് ജന്മന സൗന്ദര്യം മുഖത്തുള്ളതുപോലെ തന്നെ, എന്നാൽ അതിനേക്കാൾ കൂടുതൽ എന്ന് വേണമെങ്കിൽ പറയാം, അതിനേക്കാൾ കൂടുതൽ ആന്തരികമായ ഒരു സൗന്ദര്യം ഇവർക്കുണ്ട്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇങ്ങനെ ആന്തരിക സൗന്ദര്യം കൂടുതലായി, കാരണം മനസ്സിൻ്റെ സൗന്ദര്യം കൂടുതലായി ഉള്ള ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ്. അശ്വതിയാണ് ഇത്തരത്തിലുള്ള ഒരു പുരുഷ നക്ഷത്രം. മറ്റുള്ളവരെ നയിക്കാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ തന്നെ നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശങ്ങൾ ഇവർ പറയുന്ന നിർദ്ദേശത്തെ മറ്റുള്ളവർ പാലിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ശാന്ത സ്വഭാവികളായിരിക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ. ദേഷ്യം വന്നാലും ഇവരെ ശാന്ത സ്വഭാവമാണ് എങ്കിൽ പോലും ദേഷ്യം വന്നാൽ ചില സമയങ്ങളിൽ ഇവരെ പിടിച്ചു നിർത്താൻ സാധിക്കുകയും ഇല്ല. എങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ പറയാറുണ്ട്, അവനെ കണ്ടാൽ നോക്ക് എത്ര ശാന്തന, പക്ഷെ അവൻ്റെ ദേഷ്യം വന്ന് 7 അയലത്ത് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ആളുകളാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ. ഇവർക്കെതിരെ മറ്റുള്ളവർ തിരിയുന്നത് ഇവർക്കൊരു ഭയമുണ്ടാക്കുന്ന ഒരു കാര്യമാകാറുമുണ്ട്. ചില സമയങ്ങളിൽ അവർ പറയുന്നത് എല്ലാവരും അനുസരിക്കുകയും വേണം. അവർക്കെതിരെ ആളുകൾ തിരിയുകയും ചെയ്താൽ അത് ഇവർക്കുള്ളിൽ ഒരു ചെറിയ ഭയവും നീരസവും വിഷമത്തിലേക്കൊക്കെ എത്തിക്കുന്ന ഒരു അവസ്ഥയും ഉണ്ട്. പക്ഷേ ഈ നക്ഷത്രക്കാർ രൂപത്തിൽ മാത്രമല്ല സ്വഭാവ ഗുണത്തിലും വളരെ നല്ല ഒരു പങ്കും ഒരു മുഖ്യധാരയിൽ എത്താനൊക്കെ കഴിവുള്ള ഒരാളുകളും, കാരണം അവൻ്റെ പുറമേ ഒരു സൗന്ദര്യം ഉണ്ടെങ്കിലും മനസ്സിൻ്റെ സൗന്ദര്യം കൊണ്ട് തന്നെ ഇവർക്ക് മറ്റുള്ളവരിൽ ഒരു മതിപ്പ് തോന്നുന്ന തരത്തിലുള്ള ആളുകളാണ്. സ്വഭാവത്തിലും ഒരു നല്ല നന്മയുള്ള പുരുഷന്മാരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ. പൊതുവെ സൗന്ദര്യമുള്ളവരാണ് ഈ കൂട്ടർ. എങ്കിൽ പോലും ഇവരുടെ മുഖത്തിൻ്റെ സൗന്ദര്യത്തെക്കാളേറെ അത് പ്രതിഫലിക്കുന്നത് മനസ്സിൻ്റെ സൗന്ദര്യമാണ്, മറ്റുള്ളവരിൽ പ്രതിഫലിക്കുന്നതും അതേപോലെ തന്നെ മതിപ്പ് തോന്നിക്കുന്നതും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ
പുരുഷന്മാരുടെ കാര്യമാണ് കുടുംബ സ്നേഹമുള്ളവരാണ്. മറ്റുള്ളവരാരും അങ്ങനെ ഇല്ലാത്തവരെന്നല്ല. എങ്കിലും മറ്റുള്ളവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്കുള്ള സ്വഭാവ ഗുണങ്ങളാണ് പറയുന്നത്. ഇവരെ ബഹുമാനിക്കുന്നവരെ തിരികെ ബഹുമാനിക്കാനും ഇവർക്ക് നന്നായി തന്നെ അറിയുകയും ചെയ്യാം. ഇവർ കുട്ടികളെ വളരെയേറെ സ്നേഹിക്കുന്നവരാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർ പ്രശ്ന പരിഹാരത്തിന് മിടുക്കരാണ്. കാരണം ഒരു പ്രശ്നമുണ്ടായാൽ അതിന് പരിഹാരം കണ്ടെത്താനുള്ള ഒരു കഴിവും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ ഒരു പ്രത്യേകതയാണ്. ഇതിനാൽ ഇടനിലക്കാരായി നിൽക്കാൻ കൂടി ഇവർക്ക് സാധിക്കും. കാരണം മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേട്ട് അതിന് പറ്റുന്നതായ ഒരു നിർദ്ദേശം നൽകാൻ സാധിക്കുന്നതിനാൽ തന്നെ ചില ആളുകൾ ഇവരുടെ സമീപം എത്തി അവർക്ക് പ്രശ്നപരിഹാരത്തിന് ഇവരെ കാണാറ് പോലും. അങ്ങനെ പ്രശ്നപരിഹാരത്തിന് നിൽക്കുന്ന തരത്തിലുള്ള രീതിയിൽ സംസാരിച്ച് രണ്ടു കൂട്ടർക്കും ദോഷമല്ലാത്ത രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട്. ഇവർക്ക് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് വളരെയേറെ ഉയർച്ച ഉണ്ടാകുന്ന സമയവും നക്ഷത്രവും കൂടിയാണ്. ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇച്ചിരി അത്യാവശ്യമാണ്. മനസ്സിന് വളരെയേറെ സൗന്ദര്യമുള്ളവരാണ്. ശരീരത്തിന് ഉള്ളതിനേക്കാളേറെ മനസ്സിൻ്റെ സൗന്ദര്യമാണ് ഇവർക്ക് ഏറ്റവും കൈമുതലായിട്ട് ഉള്ളത്. ഈ കൂട്ടത്തിൽപ്പെടുന്ന അടുത്ത നക്ഷത്രം എന്നത് തിരുവാതിരയാണ്. ഇവർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു കൂട്ടരാണ്. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാർ പെട്ടെന്ന് കാര്യങ്ങൾ വൃത്തിയോടും വെടിപ്പോടുകൂടും ചെയ്യാൻ ഉള്ള ഒരു താല്പര്യവും അങ്ങനെ ചെയ്തു തീർക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരോട് സരസമായി ഇടപെടാനുള്ള ഒരു കഴിവും ഈ കൂട്ടർക്കുണ്ട്. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഇഷ്ടം പെട്ടെന്ന് പിടിച്ചു പറ്റാൻ സാധിക്കും. കാരണം മറ്റുള്ളവർ അവർക്ക് എങ്ങനെയാണോ മനസ്സിലാക്കുന്ന ആ രീതിയിൽ കാര്യങ്ങൾ സംസാരിച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ അവർക്കൊപ്പം ഇരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒരു തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ഒരു കഴിവ് ഈ നക്ഷത്രക്കാർക്കുണ്ട്. അതേപോലെ തന്നെ മനസ്സിൻ്റെ ഒരു വലിപ്പമാണ് അല്ലെങ്കിൽ മനസ്സിൻ്റെ നന്മയാണ് ഇവർക്ക് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു മതിപ്പ് തോന്നിക്കുന്ന രീതിയിൽ നിലനിർത്താനായി ഇവർക്ക് സാധ്യമാകുന്നത്. ഉള്ളിലെ ഭംഗി പുറത്ത് കാണുന്ന ഒരു പുരുഷ നക്ഷത്രം കൂടിയാണ്. കാരണം മനസ്സിൻ്റെ ആ ഒരു നന്മ അവർക്ക് ആ മുഖത്തും കാണുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മുഖമാണ് കാണുന്നത്. മനസ്സിൻ്റെ നന്മ പിന്നെ സംസാരിച്ച് വരുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ മനസ്സിൻ്റെ ആ ഒരു നന്മ അവരുടെ മുഖത്ത് തന്നെ അവർക്ക് പ്രതിഫലിപ്പിച്ച് മറ്റുള്ളവർക്ക് ഇവരോട് വളരെയേറെ ഒരു സ്നേഹവും ആദരവും തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയൊക്കെ കാണിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അടുത്തത് വിശാഖമാണ്. വിശാഖ നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരും സൗന്ദര്യമുള്ള പുരുഷ നക്ഷത്രത്തിൽ പെടുന്നവരാണ്. ഇവർ നല്ല മനസ്സിന് ഉടമകളാണ്. ജീവിതത്തിൽ പൊതുവെ ഭാഗ്യമുള്ള പുരുഷ നക്ഷത്രം കൂടിയാണ് വിശാഖം. സമർത്ഥരായ ആളുകളാണ് ഇവർ. ജീവിതത്തിൽ എത്താവുന്നിടത്തോളം ഉയരത്തിലെത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കാരണം സാമർഥ്യം കൊണ്ട് എത്താൻ കഴിയുന്ന ഇടങ്ങളിലെല്ലാം ഇവരാൽ എവിടെയൊക്കെ എത്താൻ സാധിക്കുമോ ആ നിലകളിലൊക്കെ ഇവർ ശോഭിക്കുകയും ചെയ്യുന്നവരാണ്. മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഇതെല്ലാം ഇവരെ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടുന്നതിന് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ പുറമേയും അകമേയും സൗന്ദര്യമുള്ള, കാരണം പുറമേയുള്ള ഭംഗിയും അതോടൊപ്പം മനസ്സിൻ്റെ ഭംഗിയും കൊണ്ട് വളരെയേറെ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരാണ് ഈ കൂട്ടർ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് സൗന്ദര്യം എന്നത് പുറമേയുള്ള സൗന്ദര്യമല്ല, മനസ്സിൻ്റെ സൗന്ദര്യം കൂടിയാണ്. പുറമേയുള്ള സൗന്ദര്യത്തേക്കാൾ മനസ്സിൻ്റെ സൗന്ദര്യത്തിനാണ് ഏറെ പ്രാധാന്യം കൊടുക്കേണ്ടതും. പുറമോടിയേക്കാൾ ആന്തരിക സൗന്ദര്യത്തിന് വില കൽപ്പിക്കുന്നവരുണ്ട്. കാരണം ഇപ്പോൾ പുറമേയുള്ള ഒരു സൗന്ദര്യം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും മനസ്സിൻ്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ മനസ്സിൻ്റെ ഒരു നന്മ അത് നിലനിർത്തി കഴിഞ്ഞാൽ അതും അത് ജീവിതത്തിൽ കൈമുതലായിട്ടുണ്ടാകേണ്ടത്. അപ്പോൾ പുറമേയുള്ള സൗന്ദര്യം അത് എപ്പോഴും വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. പക്ഷേ മനസ്സിൻ്റെ സൗന്ദര്യം എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ മനുഷ്യൻ്റെയും ആവശ്യമാണ്. കാരണം പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കുവെച്ചാൽ മാത്രമേ ഈ ലോകത്ത് സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏവരും മനസ്സിൽ നന്മ കരുതേണ്ടത് അത്യാവശ്യമാണ്. നന്ദി.